എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജാനകിനെ വന്ന് വെല്ലുവിളിക്കുകയാണ് അപർണ. കാരണം നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലടി. ഉള്ള നേരത്തെ കിട്ടാനുള്ളതൊക്കെ മേടിച്ച് വളരെ നക്കാപ്പിച്ചും കിട്ടാനുണ്ടെങ്കിൽ അത് മേടിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ റിസോർട്ടും മോഹം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ റിസോർട്ടിന്റെ ഒരംശം പോലും നിനക്ക് കിട്ടില്ലെന്നൊക്കെ പറയാം. ജാനകി ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ജാനകി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീയൊക്കെ തരുന്ന നക്കാപ്പിച്ച മേടിച്ചോണ്ട് പോവാനായിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. ഓഹോ, പിന്നെ നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീയൊക്കെ ആരും അല്ലടി ഇവിടുത്തെ. അബിക്ക് ഇവിടെ എന്താ വിലയെന്ന് ചോദിക്കുക. അതെ, നിനക്കായിരിക്കും ചിലപ്പോ അബിയേട്ടനോട് വിലയില്ലാത്ത. പക്ഷെ എങ്കില് ഇവിടുത്തെ അച്ഛന് വിലയുണ്ട്, എനിക്ക് വിലയുണ്ട്. ഈ പറയുന്ന നിന്റെ ഭർത്താവിന് പോലും വിലയുണ്ടെന്ന് പറയാ. ഓ, എന്റെ ഭർത്താവ് അവന് ഒരു വിലയില്ലാത്തവനാ. പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഞാൻ ഇട്ടേക്കുന്ന വില വെറും ബിഗ് സീറോയാന്ന് പറയണ. അത് നീയാ. പക്ഷെ അവന്റെ വില നീ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ എന്റെ ഭർത്താവിന്റെ വില എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ വീട്ടിലെ മൂത്തയാളാണ്, അറിയാലോ. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. അതുകൊണ്ടാണല്ലോ അച്ഛന് ബാക്കി ആർക്കും എഴുതി വെക്കാതെ എന്റെ അഭിയേട്ടന് എഴുതി വെച്ചിരിക്കുന്നു പറയാം. അത് നിന്റെ അഭിയേട്ടൻ എന്തോ കൈമണി അടിച്ചിരിക്കുന്നാന്ന് പറയാം. പക്ഷെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്കൊക്കെ എന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി അറിയാം, കണ്ടറിയാന്ന് പറയാണ്. പിന്നീട് ജാനകി എന്ത് ചെയ്യണം, കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് നേരെ പോകുന്നേ സൂര്യനാരായണന്റെ മുറിയിലേക്കാണ്. മുറി ചെന്നിട്ട് അച്ഛ ഈ കഞ്ഞിവെള്ളം എങ്കിലും കുടിക്കാൻ പറയണം. വേണ്ട മോളെ എന്ന് പറയാ. അച്ഛൻ ഇങ്ങനെ ഇരുന്നാ എന്താ എങ്ങനെ ശരിയാവുന്നേ? ഫുഡൊന്നും കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിലോ ശരീരം വീണു പോകത്തില്ലേ? അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അഭിയേട്ടനോട് പറയാം, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കാം. വേണ്ട മോളെ, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ശരീരത്തേക്കാളും എനിക്ക് ബുദ്ധിമുട്ട് എന്റെ മനസ്സിനാന്ന് പറയാം. എനിക്കറിയാം അച്ഛാ. മോളെ നിനക്കറിയാലോ, നീ വേണം അഭിക്ക് ധൈര്യം കൊടുക്കാനായിട്ട്. അവന് ഈ കുടുംബം എന്ന് വെച്ചാൽ ജീവനാ. ഈ കുടുംബത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാവുന്നവൻ അവന്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ അവന് ധൈര്യം കൊടുത്ത് അവനോടൊപ്പം എപ്പോഴും കൂടെ വേണമെന്ന് പറയാ. എനിക്ക് എന്തേലും നാളെ സംഭവിച്ചാൽ പോലും നീ അവനെ കൈവിടില്ലെന്ന് പറയണ. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെയൊന്നും പറയുന്ന നിൽക്കുമ്പോൾ തന്നെ വിഷമാവുന്നുണ്ടെന്ന് പറയണം. അല്ല മോളെ, മനുഷ്യന്റെ കാര്യല്ലേ. കുറച്ച് സ്വത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദേ പ്രഭാവതി പോലും എന്നെ മാറ്റി നിർത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അച്ഛൻ ഇങ്ങനെ ഓരോ നോക്കി ഓർത്ത് കൂട്ടിയിട്ട് അച്ഛന് ഈ പ്രശ്നങ്ങളൊക്കെ. അച്ഛൻ ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് ആ കഞ്ഞിവെള്ളം അങ്ങനെ ബലമായിട്ട് സൂര്യനാരായണനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. സൂര്യനാരായണൊന്നും ഫുഡ് പോലും ശരിക്കും കഴിക്കുന്നില്ല. ശരീരത്തിലാണെങ്കിൽ എഴുന്നേറ്റ് ഇരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലതാനും. അങ്ങനെ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. കാരണം പ്രഭാവതി ആയിരുന്നു സൂര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം പ്രഭാവതി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സൂര്യക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും കാലം ഒന്നിച്ച് കഴിഞ്ഞ പക്ഷെ എങ്കിൽ ആ റിസോർട്ടിന്റെ പേരിലാണ്, അത് തന്റെ മോനാന്ന് കരുതണം. എന്നിട്ടാണ് അവന് കൊടുത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് അയാൾക്ക് സഹിക്കാന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് പറഞ്ഞു, അബിയേട്ടാ ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അച്ഛൻ ഫുഡ് കഴിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അമ്മ അച്ഛനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതാ അച്ഛനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അച്ഛന്റെ ജീവന് തന്നെ ഭീഷണിയാന്ന് തോന്നുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണം. അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുന്നില്ലെന്ന് പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് പോയി സംസാരിച്ചു നോക്കാന്ന് പറയാം. വേണ്ട അഭിയേട്ടൻ അച്ഛനോട് പോയി എന്ത് സംസാരിക്കാനാ? അഭിയേട്ടൻ പറയും ആ വിൽപ്പത്തർ റദ്ദാക്കുന്ന കാര്യമല്ലേ പറയുള്ളൂ. അതും കൊണ്ടൊന്നും അച്ഛൻ കേൾക്കുന്ന അഭിയേട്ടന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അച്ഛനും മോനും എല്ലാം ഒരേ വാശിക്കാരല്ലേ. അതുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ട. അത് മാത്രമല്ല അച്ഛൻ ചെയ്താൽ ശരിയെന്ന് എനിക്ക് തോന്നേ. അച്ഛനെ എന്തേലും മുന്നിൽ കാണാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അഭിയേട്ടാ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അഭിയേട്ടൻ അതിന് മുതിരുണ്ടെന്ന് പറയാം. പക്ഷെങ്കിൽ ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? അമ്മ പഴയതുപോലെ അച്ഛനെ സ്നേഹിക്കണമെങ്കിൽ, ഈ കുടുംബാന്തരീക്ഷം പഴയ പോലെ ആകണമെങ്കിൽ ഇനി അമ്മ തന്നെ വിചാരിക്കണം. അമ്മ വിചാരിക്കണമെങ്കിൽ അങ്ങനെ ആ റിസോർട്ട് എന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ട് അച്ഛന്റെ പേരിലേക്കോ അല്ലെങ്കിൽ അമ്മയുടെ പേരിലേക്കോ അല്ലെങ്കിൽ അത് വേറെ എല്ലാവരുടെയും പേരിലേക്കോ ആക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അതൊക്കെ ശരിയാകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ലെന്ന് പറയാണ്. പിന്നീട് അവർ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പ്രഭാവതിയുടെ അടുത്തേക്കുന്നു. പ്രഭാവതി ഈ സമയത്ത് കിടക്കുമായിരുന്നു. ചെന്നിട്ട് അബി എന്നെ ചെയ്യണം പതുക്കെ പ്രഭാവതി കാലിലേക്ക് പിടിക്കുകയാണ്. കാലിലേക്ക് പിടിച്ചു കഴിയുമ്പോഴത്തേനും പ്രഭാവതി ഞെട്ടി കണ്ണുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അബിയാണ് എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറയാണ്. ക്ഷമിക്കാനോ? എന്താ അബി കാര്യം എന്താ? അത് പിന്നെ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നേ. എനിക്ക് ഈ വീട്ടിലെ സ്വത്തും കാര്യങ്ങളും ഒന്നും വേണ്ട. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം മാത്രം മതി. അല്ലെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ലമ്മ ആരെ.
എൻ്റെ അച്ഛനെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. അമ്മയ്ക്കറിയാലോ, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അന്ന് ഒന്നും ഞാൻ നിലകൊണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ പഴയ അഭി തന്നെയാണ്. അഭിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനിയിപ്പം അമ്മയ്ക്ക് ആ സ്വത്തിന്റെ പേരിലാണെങ്കിൽ അച്ഛനോട് ഈ ദേഷ്യവും പരിഭവമൊക്കെ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അച്ഛനോട് പറഞ്ഞിട്ട് ആ റിസോർട്ട് മാറ്റി എഴുതിക്കാന്ന് പറയണം. അത് കേട്ടും പ്രഭാവതി പറഞ്ഞു, എനിക്ക് അതുകൊണ്ടൊന്നുമല്ല, നിന്റെ പേര് എഴുതി തന്നതിന്റെ കുഴപ്പമല്ല. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് ഓർത്തോണ്ട. അത് ചിലപ്പോൾ അച്ഛൻ്റെ ന്യായീകരണങ്ങൾ കാണുമേ, എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഈ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മ ഇനി അച്ഛനോട് പിണങ്ങിയിരിക്കരുത്. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇത് കേട്ട പ്രഭാവതി പറഞ്ഞു, അപ്പൊ എന്നെ കുറിച്ച് നിനക്ക് ചിന്തയില്ലല്ലേ? ഓ, ഞാൻ സ്വന്തം അമ്മയല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അങ്ങനെ പറയരുതമ്മേ. ഇന്ന് വരെ ഞാൻ കണ്ടപ്പോൾ മുതൽ ഞാൻ അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട. എന്ത് വേണം ഞാൻ ചെയ്യാം, എവിടെ വേണം ഞാൻ സൈൻ ചെയ്ത് തരാം. അമ്മ പോയി അച്ഛനോട് സംസാരിക്കുക എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് അപർണയോർത്ത് ജാനകിട്ടൊരു പണി കൊടുക്കണം. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തമ്പിയുടെ ഫോൺ കോൾ വരുന്ന അപർണയുടെ ഫോണിലേക്ക്. തമ്പി വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ടെന്ന് പറയാൻ. എന്താ? അവിടെ അവളുണ്ടല്ലോ, ആ ലച്ചു എന്ന് പറയുന്ന പെണ്ണ്, അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കണമെന്ന് പറയാം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അവളെ ഓടിക്കാനോ? എങ്ങോട്ട്? അവളുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛനെ വേണമെന്നുള്ള കാര്യം. ഞാനിവിടെ ഓടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല അച്ഛാ. അവളിപ്പോ കോളേജിൽ പഠിക്കാൻ പോവാ, എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. അതാ പറഞ്ഞേ, അവൾ എങ്ങനെയില്ല ആ വീട്ടിൽ നിന്ന് പുറത്തി അടിച്ച് അവിടുന്ന് കടത്തണമെന്ന് പറയാ. ഇത് കേട്ടതും അപർണ പറഞ്ഞ, അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയാണ്. നിനക്ക് ഇവിടെ സാധിക്കില്ല, ഞാൻ നോക്കട്ടെ, എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. അവൾ ഇവിടെ നിന്ന് ഓടിക്കണമെങ്കിൽ എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. അവൾ ഇവിടെ നിന്ന് ഓടണം, അവളുടെ ക്ലാസ്സിൽ പോക്കും മുടക്കണം. അങ്ങനെയൊക്കെ നടന്നാൽ മാത്രമേ ഇനി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുള്ളൂ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നിന്നെ കൊണ്ട് പറ്റാവുന്ന എന്ത് വേണം ചെയ്തോ, ഈ അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞിട്ട് അപർണ ചേർത്തു, ഇവളുടെ പഠിപ്പ് എങ്ങനെ മുടക്കാം? ഇവൾക്ക് വല്ല അപകടം സംഭവിച്ചു ഇവിടെ കിടക്കുവാണെങ്കിൽ ഇവൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. അതോടുകൂടി ഇവളുടെ ഡോക്ടറേറ്റ് എന്നുള്ള ആ മോഹം അങ്ങോട്ട് മാറും. ഡോക്ടർ ആനും പറ്റത്തില്ല ഇവൾക്ക്. ക്ലാസ്സിൽ പോകും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ. കാരണം പരീക്ഷ എഴുതിയാൽ പോലും കിട്ടൂല, എൻട്രൻസ് കോച്ചിങ്ങൊക്കെ ആണല്ലോ താനും. അതുകൊണ്ട് അപർണ ഒരു ബുദ്ധി പ്രയോഗിച്ചുവാ. ലച്ചു വരുന്ന വഴിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിടാം. ലച്ചു വരുന്ന സമയത്ത് ലച്ചുനെ അങ്ങോട്ട് വിളിക്കാം. വിളിച്ചു കഴിയുമ്പോൾ അവളത്തെ തട്ടി താഴെ വീണോളും. അതോടുകൂടി നടുപൊടിഞ്ഞ് അവളോട് കിടക്കത്തുള്ളൂ. അങ്ങനെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി നേരെ അപർണ അടുക്കളയിലേക്ക് പോവാണ്. അപർണ അടുക്കളയിലേക്ക് പോയിട്ട് എണ്ണക്കുപ്പിയൊക്കെ എടുത്തോണ്ട് വന്നു. അപർണയുടെ വിചാരം അത് ആരും കാണുന്നില്ലെന്നാ. പക്ഷെ അത് കാണേണ്ടവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപർണ എണ്ണക്കുപ്പി എടുത്തോണ്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ ജാനകി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകി ഇത് കണ്ടു. ജാനകി ഇപ്പൊക്ക് പെട്ടെന്ന് തോന്നി എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന്. ജാനകി പെട്ടെന്ന് മൊബൈൽ എടുത്തു. മൊബൈൽ എടുത്തത് ഷൂട്ട് ചെയ്യുവാണ്. തറയിൽ എണ്ണ ഒഴിച്ചിടുന്നേ. അപർണ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലങ്ങോട്ട് പോയി. ജാനകിയുടെ കാത്തിരിക്കുക. ഇവിടെ ആരെ പിരിക്കാൻ വേണ്ടിയെന്ന് അറിയത്തില്ല. പിന്നീട് ജാനകി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ലച്ചു അതിലൂടെ വരുന്നുണ്ട്. ഓഹോ, അപ്പൊ ലച്ചുവിനോട്ടുള്ള പണി കൊടുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. എൻ്റെ ഭഗവാനെ, ലച്ചു ആണല്ലോ വരുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് ലച്ചു അങ്ങ് വരുന്നുണ്ട്. ലച്ചുവിനെ അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് ജാനകി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ജാനകിക്ക് അറിയാം അവിടെ എണ്ണ കിടപ്പണമെന്നുള്ള കാര്യം. ഇങ്ങോട്ട് വന്നേ മോളെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് സുമംഗല വന്നേ. സുമംഗല വന്ന് നേരെ തെന്നി അടിച്ച് നടുവും തല്ലി അത്തിലേക്ക് കിടക്കുവാണ്. അപർണയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് സുമംഗല വീണ് കഴിഞ്ഞിരുന്നു. അലറിക്കരച്ചിൽ കേട്ടാണ് എല്ലാവരും കൂടി ഓടിയെത്തി കഴിയുമ്പോൾ എണ്ണയ്ക്കകത്ത് തവിടുപൊടിയായി കിടക്കുന്ന സുമംഗലാമ്മനെ കണ്ടേ. പെട്ടെന്ന് തന്നെ നിരഞ്ജനെ അവരെല്ലാം കൂടെ ഫ്രിഡ്ജ് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താ പറ്റി മുത്തശ്ശി, എന്താ കാര്യം ചോദിക്കുക. എന്താണെന്നറിയത്തില്ല, ഞാൻ ഇവിടെ തെന്നി വീണാന്ന് പറയാം. അയ്യോ, നല്ല വഴുക്കളുണ്ടല്ലോ, ഇവിടെ എണ്ണ ഏതാനും വീണിട്ടുണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇത് മനഃപൂർവ്വം എന്നെ കരുതി കൂട്ടി ആരോ ചെയ്തതാ. മിക്കവാറും ജാനകി ആയിരിക്കും, അല്ലെങ്കിൽ ആ ലച്ചു ആയിരിക്കും, ഇവരിൽ ആരിലും ആയിരിക്കും. അവർക്ക് എന്നോട് ശത്രുതയുള്ളെന്ന് പറയണം. ആ പെണ്ണിനൊക്കെ ആയിരിക്കും എന്നോട് ശത്രുത, അതായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടിച്ചപ്പം ലച്ചു പറഞ്ഞു, അയ്യോ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാം. അപർണയ്ക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം. ഇനി ഉരുണ്ടു പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപർണ പറഞ്ഞു, സത്യം പറയടി, നീയല്ലേ ഇത് ചെയ്തേന്ന് ചോദിക്കാം. ലച്ചു പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ മുഖത്ത് ഉണ്ടല്ലോ നീ ചെയ്തേന്നുള്ള കാര്യം. സത്യം പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ കണ്ടോ വെറുതെ എന്നെ പെടുത്തില്ലെന്ന് പറയണം. ആ സമയം അയ്യോ പൊത്തോന്നും പറഞ്ഞ് അല്ലൊരു നിലവിളിച്ചിരിക്കുവാണ് സുമകലമ്മയുടെ കൈയൊക്കെ നീറിയിട്ട് മോഞ്ഞിട്ട് രക്ഷയില്ല. കൈക്ക് ഭയങ്കര വേദനയിപ്പോയി. നടുവും തല്ലിയല്ല കിടക്കുന്നത്. ഒരു വിധത്തിൽ അവിടെ ഇങ്ങനെ കസാരയിൽ ഇരിക്കുകയാണ്. ഈ സമയം നിരഞ്ജനെ വെച്ചു ഹോസ്പിറ്റലിൽ പോകണം മുത്തശ്ശിനെ ചോദിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് കിടക്കണം, പക്ഷെ അതിനു മുമ്പ് ഇത് ആരാ ചെയ്തതെന്ന് എനിക്ക് കണ്ടെത്തണം. ഇവള് തന്നെയായിരിക്കും ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അത് ലച്ചു അല്ല ചെയ്തതെന്ന് പറയണം. പിന്നെയോ ആളെയൊക്കെ എനിക്ക് അറിയാന്ന് പറയണം. ഇത് കേട്ടത് അപർണ ഞെട്ടി. ആളെ നിനക്കറിയാവുന്ന ആര്? സത്യം പറ അപർണ, നീ അല്ലേ ചെയ്തേന്ന് ചോദിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അല്ലെങ്കിൽ മുത്തശ്ശിനെ വിളിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കുക. പിന്നെ നീ ഇതല്ല ഇതിലപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. നീ തന്നെ ഇത് ചെയ്തേ.
എന്താ അതിന് തെളിവുണ്ടോന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയാണ്. പിന്നീട് ഫോണിനകത്ത് പിടിച്ച വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സമനില തെറ്റിയ പോലെ അപർണ നിൽക്കുകയാണ്. അങ്ങനെ അപർണയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുവാണ് അവിടെ. കാരണം ചക്കിന് വെച്ചത് കൊക്കിന് ഉണ്ടെന്ന് പറഞ്ഞ കണക്ക് ലച്ചുവിന് വെച്ചത് അത് സുമംഗലാമ്മയ്ക്കിട്ട് തന്നെ കിട്ടുവാണ്. കാരണം സുമംഗലാമ്മയും ഈ പറയുന്ന അപർണ ഒരു കൈയാണല്ലോ. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.